നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ ആ സമയം രക്ഷകന്റെ റോളിൽ പലരും എത്താറുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റ് സഹായങ്ങൾ നൽകാനും തയ്യാറായി മുന്നോട്ട് വരുന്നവർ. എന്നാൽ ഇതിൽ ദുരുദ്ദേശത്തോടെ എത്തുന്നവരെ സൂക്ഷിക്കണം. പാലക്കാട് ആലത്തൂരിൽ 2 വർഷം മുൻപുണ്ടായ ഒരു വാഹനാപകടത്തിൽ സഹായഹസ്തവുമായി വന്നയാൾ പിന്നീട് ആ കുടുംബത്തെ തന്നെ വേട്ടയാടി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ്റെ രക്ഷകനായി ചമഞ്ഞ് മകളെ അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. യുവതിയെ വിവിധ ലോഡ്ജുകളിലും ഇയാളുടെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഒടുവിൽ ഭീഷണിയായതോടെയാണ് യുവതി പരാതി നൽകിയത്. കേസിൽ പ്രതി എരുമയൂർ സ്വദേശി ബാബുജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുവതിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്ന പരാതിയിലാണ് എരുമയൂർ ചേരാനാട് സ്വദേശി 49-കാരനായ ബാബുജാനെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 വർഷമായി യുവതിയെ വിവിധ ലോഡ്ജുകളിലും ഇയാളുടെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ അച്ഛൻ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്വകാര്യ കമ്പനിയുടെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരനാണ് ബാബുജാൻ. യുവതിയുടെ അച്ഛന്റെ ചികിത്സാ കാര്യങ്ങൾക്കായി ഇയാളെയാണ് കമ്പനി ചുമതലപ്പെടുത്തിയിരുന്നത്. ഈ അവസരം ഉപയോഗിച്ചാണ് ഇയാൾ യുവതിയുമായി അടുപ്പത്തിലായത്. ചികിത്സയ്ക്കായി കമ്പനി നൽകിയ പണം തന്റെ പണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് യുവതിയെ വശത്താക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ചികിത്സ കഴിഞ്ഞ് അച്ഛൻ വീട്ടിലെത്തിയ ശേഷവും പീഡനം തുടരാൻ ശ്രമിച്ചപ്പോൾ യുവതി എതിർത്തു. അപ്പോഴാണ് ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് യുവതി ജീവനൊടുക്കാൻ ഒരുങ്ങിയതായും പറയുന്നു. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബലാത്സംഗം, പട്ടികജാതിക്കാർക്കെതിരായ പീഡനം, IT വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് ആലത്തൂർ ഡിവൈഎസ്പി PN മുരളീധരൻ അറിയിച്ചു. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. News 18 പാലക്കാട്. തുണിക്കടകളിൽ